പാലിച്ചിരുന്നവർ പെട്ടെന്ന് അടുപ്പം കാണിച്ചാൽ ആ അടുപ്പത്തെ സൂക്ഷിക്കണമെന്ന് പഴമക്കാർ പറഞ്ഞു തന്നിട്ടില്ലേ? അകത്തിരുന്ന് ആക്രമിക്കുന്നതിനേക്കാൾ അടുത്തു ചെന്ന് കെണിയിൽ വീഴ്ത്തുന്നതാണ് മികച്ച തന്ത്രമെന്ന് അവർ മനസ്സിലാക്കിയിട്ടാകണം നീക്കം. എന്ത് കാര്യത്തിന്റെ പേരിലാണോ നമ്മൾ ഒരാളെ അവിശ്വസിച്ച് തുടങ്ങിയത്, പിന്നീട് എത്ര വിശ്വസനീയമായി അയാൾ നമ്മളോട് പെരുമാറിയാലും ആ അവിശ്വാസത്തിന്റെ കണിക ഒരു മുന്നറിയിപ്പായി നമ്മുടെ മനസ്സിൽ നമ്മൾ സൂക്ഷിക്കണം. മാറാനും നന്നാകാനുമുള്ള ഒരാളുടെ സാധ്യതയെ അവഗണിക്കുകയോ അവഹേളിക്കുകയോ അതിനെ ചെറുതാക്കി കാണുകയോ അല്ല, പക്ഷേ സ്വയം കെണിയിൽ വീഴാതിരിക്കാൻ നമ്മളൊരു പ്രതിരോധം തീർക്കണം. ഒരു കഥ പറയാം. ഒരു പരുന്ത് പ്രാവുകളെ സ്ഥിരമായി ആക്രമിക്കും. പക്ഷേ പരുന്ത് വരുന്നത് കാണുമ്പോൾ തന്നെ പ്രാവുകൾ തങ്ങൾ നേരത്തെ കണ്ടുപിടിച്ച ഇടത്ത് പോയി ഒളിക്കും. അതുകൊണ്ട് പരുന്തിന് ഒരിക്കലും ഒരു പ്രാവിനെ പോലും പിടിക്കാൻ കഴിഞ്ഞില്ല. ഒരു ദിവസം ഈ പരുന്ത് എന്ത് ചെയ്തെന്നറിയാമോ? പ്രാവുകളെ പിന്തുടർന്ന് കൂടിന്റെ അടുത്തെത്തി. തല മാത്രം ഉള്ളിലേക്ക് ഇട്ടിട്ട് പരുന്ത് പറഞ്ഞു, കൂട്ടുകാരെ, നാം എല്ലാം പക്ഷികളാണ്, പിന്നെ എന്തിനാണ് നമ്മൾ തമ്മിൽ ശത്രുത? നിങ്ങൾ എന്നെ രാജാവായി അംഗീകരിച്ചാൽ ഞാൻ നിങ്ങളുടെ സംരക്ഷകനാകാം. കുറച്ച് പ്രാവുകൾ ഇത് കേട്ട് പരുന്തിനെ വിശ്വസിച്ച് കൂടിന് പുറത്തേക്കെത്തി. അവയെ ഓരോന്നായി പരുന്ത് കൊന്നു തിന്നു. ഊണിലും ഉറക്കത്തിലും കൂടെയുള്ളവരെ മറികടന്ന് പ്രലോഭനങ്ങളുമായി വരുന്നവരുടെ പിന്നാലെ പോകുന്നവർ തങ്ങളുടെ ആയുസ് പാതി വഴിയിൽ അവസാനിക്കുമ്പോഴേ സത്യം തിരിച്ചറിയൂ. നന്മ ആഗ്രഹിക്കുന്നവർ കാണിച്ചു തരുന്ന വഴികൾക്ക് കാഠിന്യമുണ്ടാകും. കെണിയിൽ അകപ്പെടുത്തുന്നവരുടെ വഴികൾക്ക് വശ്യമായ ഒരു സൗന്ദര്യവും ഉണ്ടാകും. അപ്പോ കെണി വരുന്ന, അതല്ല പണി വരുന്ന വഴികൾ തിരിച്ചറിയുക, കരുതിയിരിക്കുക. അപ്പോൾ ഇന്നത്തെ കഥ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങളുടെ കമന്റുകളും പോരട്ടെ.